അവന് തുടങ്ങി, ഹരിനാരായണന്റെ ഭ്രാന്ത് തുടങ്ങി. താൻ എന്താ ഈ പറയുന്നേ? എന്ത് പറ്റി? തനിക്കും ഭ്രാന്ത് പിടിച്ചല്ല, അവന് ഭ്രാന്ത് തുടങ്ങി. അവൻ ആ കോടതി മുറ്റത്തിരുന്ന് പൊട്ടി പൊട്ടി കരയുക. അവന് സന്തോഷം അടക്കാൻ പറ്റാഞ്ഞിട്ടാ കോടതി അവന് വെറുതെ വിട്ടില്ല. ഏയ്, സന്തോഷം അടക്കാൻ പറ്റാഞ്ഞിട്ടല്ല. 5 വർഷത്തിന് മുമ്പ് ഈ വെട്ടുന്നതിന് മുമ്പ് അവൻ എന്നെ കെട്ടിപ്പിടിച്ചൊരു കരച്ചിൽ കരഞ്ഞു, ഈ എന്ന് പറഞ്ഞ്. അതേ കരച്ചിൽ അതേ ശ്രുതിയിൽ ആ വക്കീലിനെ കെട്ടിപ്പിടിച്ചവൻ ആ കോടതി മുറ്റത്തിരുന്ന് കരയ്യ, ഈ എന്ന് പറഞ്ഞ്. ഓടാ വക്കീലെ, തനിക്ക് ഓർമ്മയുണ്ടോ? 5 വർഷത്തിന് മുമ്പ് ഇനി അത് പൊക്കല്ലേ? ഞാൻ ഇനി പൊക്കി കാണിക്കും. ഇതേ വെട്ട് അവനിന്ന് ആ വക്കീല് കവിൾന്നോ മലന്നോ കിടക്കുമ്പോൾ വെട്ടും. ഒരൊറ്റ വെട്ട് 2 മുറി. 2 മുറിയല്ല, ഒറ്റ മുറി. ഇന്ന് മുതൽ എന്റെയും നിന്റെയും മുറി ഇതാ. നമ്മുടെ സ്നേഹബന്ധം ഒരിക്കലും മുറിയാനും പാടില്ല. നിന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് വിചാരിച്ച് ഇനി നീ സങ്കടപ്പെടരുത്. ഈ വീട്ടിലുള്ള എന്റെ ബന്ധുക്കളൊക്കെ ഇന്ന് മുതൽ നിന്റെയും ബന്ധുക്കളാണ്. വിട്ടുപോകില്ല ജ്യേഷ്ഠ, നിന്റെ വിട്ടിയാൻ ഒരിക്കലും പോവില്ല. സത്യം. ശ്വാസം മുട്ടി തത്വം. ഇനിയെങ്കിലും നീ കരച്ചിലൊന്ന് നിർത്തണ്ട ഹരിനാരായണ. ഞാൻ പണ്ടുപോലെ ഇങ്ങനെ സന്തോഷം വന്നു കഴിഞ്ഞാ കരയും, സങ്കടം വന്നു കഴിഞ്ഞാ ചിരിക്കും. വെറുതെ എല്ലാവരും 10-12 വർഷം അതിനകത്ത് വെച്ച് പൂട്ടിയത്. ഹരിനാരായണ, ഇനി മുതൽ നീ സങ്കടം വന്ന കരയും, സന്തോഷം വന്ന ചിരിക്ക്. സന്തോഷം. ഓ, താങ്ക് ഗോഡ്. അച്യുതാ, ഈ ബോർഡ് എടുത്ത് മാറ്റിയേക്ക്. എന്തിനാ സാർ? KR മേനോൻ കോടതി പോക്ക് നിർത്തി. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. വിജയം ആഘോഷിക്കാവും. സാറ് തോൽക്കണമെന്നല്ല, ഇവരുടെ സ്നേഹം ജയിക്കണമെന്നേ ഞങ്ങൾ ആഗ്രഹിച്ചുള്ളൂ. രാധികയെ നഷ്ടപ്പെട്ടാൽ പിന്നെ ജയകൃഷ്ണൻ എന്റെ അടുത്ത് വരുന്നത് സുഹൃത്തായിട്ടായിരിക്കില്ല, പേഷ്യന്റായിട്ടായിരിക്കും. സാർ എത്ര കൗമാനിച്ചിട്ടും ജയേട്ടൻ ഈ വീട് ഉപേക്ഷിച്ചു പോവാത്തത് രാധിക ഓർത്തിട്ട് മാത്രമാണ്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ജയേട്ടൻ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്നത്. ഞാൻ പറയും, അത് കാണും എനിക്ക് സങ്കടമില്ലെങ്കിലും ഞാനും കൂടി ഇരുന്ന് കരയാറുണ്ട് ഒരു കമ്പനിക്ക്. അതുപോലെ ഒരു കമ്പനിയായിട്ട് ഈ കേസിൽ ഞാനും കൂടി ഉണ്ടായിട്ടുണ്ട്. അത് ഈ മനുഷ്യൻ ഒരു നിമിഷമെങ്കിലും സന്തോഷമായിട്ടിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാ. ഒരുപാട് വർഷങ്ങളായി ഞാൻ സാറിന്റെ കൂടെ വന്നിട്ട് ഇതേവരെ ഞാൻ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു ലീവ് പോലും. ഇപ്പൊ ഞാനൊരു കാര്യം ആവശ്യപ്പെടുക, എനിക്കൊരു ഗ്ലാസ് പായസം വേണം. ഈ നേരത്തെ ഇതാണോ വിചാരം? അത് ജയകൃഷ്ണൻ സാറിന്റെ രാധിക കുഞ്ഞിന്റെ കല്യാണത്തിന്റെ അന്ന് തന്നാ മതി. അമ്മാവനോട് ആലോചിക്കാതെ ഇങ്ങനൊരു കാര്യം രാധിക ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ അത് ഞാൻ നിർബന്ധിച്ച് ചെയ്യിച്ചതാ. തെറ്റ് മുഴുവൻ എന്റേതാ. അതിനെന്ത് ശിക്ഷ പറഞ്ഞാലും അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കുഞ്ഞുനാളിൽ തന്നെ തുടങ്ങിയതാ. നീ എന്റെ മകളെ ഒന്ന് ശകാരിക്കാൻ പോലും നീ സമ്മതിച്ചിട്ടില്ല. ഇവൾ എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ സ്വയം ഏറ്റെടുത്ത് എന്റെ ശിക്ഷകളൊക്കെ ഏറ്റുവാങ്ങിയത് നീയാ. ഇനിയും നിന്നെ ശിക്ഷിക്കാൻ എനിക്ക് വയ്യടാ. ഞാൻ ഈ കേസ് ജയിക്കുമെന്നായപ്പോ സത്യത്തിൽ എന്റെ ഉള്ളിൽ തീയായിരുന്നു. ഇത്രയും വിജ്ഞാനിയായ ഒരു കുട്ടിയെ ഞാൻ കാരണം പ്രാന്താശുപത്രിയിലാക്കേണ്ടി വരുമോ എന്നതായിരുന്നു എന്റെ സങ്കടം. അതിൽ നിന്ന് എന്നെ രക്ഷിച്ചത് നിങ്ങളാ. സോറി മിസ്റ്റർ ഹരിനാരായണൻ. ഇതെന്താ ഇത്? ഇത് കരയാനുള്ള നേരല്ല, ആഘോഷിക്കാനുള്ള നേരാ. കോടതിയിൽ തോറ്റെങ്കിലും ഈ കോടതി വീട്ടിൽ ഞാൻ ജയിക്കാൻ പോവാടൂ. കുട്ടിക്കാലം മുതൽ എന്റെ കുഞ്ഞുങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യം സാധിച്ചു കൊടുക്കാൻ പോവാ. എന്റെ ജീവശ്വാസത്തെക്കാൾ ഞാൻ സ്നേഹിക്കുന്ന എന്റെ ഈ മകളെ ഇവളോടുള്ളതിനേക്കാൾ എനിക്ക് സ്നേഹം കൂടുതലുള്ള നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുകയാണ്. ജയകൃഷ്ണ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? അവളെ ഞാൻ കെട്ടിക്കോട്ടെ? ആരെ? രാധിക. എങ്ങനെ? നീ സ്നേഹിക്കുന്നതിനൊക്കെ കൂടുതൽ അവളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അവളെ എനിക്ക് തന്നേക്കണം.
ദേ ഈ അഭ്യാസം കയ്യിലിരിക്കട്ടെ മോനെ. കല്യാണത്തലേന്നേ ചെക്കന്മാരായിട്ട് ഇങ്ങനെ വട്ട് കളിപ്പിക്കുന്ന പരിപാടിയെ കുറെ ഞാനും ചെയ്തിട്ടുള്ളതാ. ആ വേല എന്റെ അടുത്തോടൂല. കിടന്ന് ഉറങ്ങാൻ നോക്കടാ. ശരി. ഓ കിടക്കടാ. മനുഷ്യനോരോ അതെ. ശുഭരാത്രി. ഒരു 50 ലക്ഷം രൂപ തന്നാലോ? അവളെ എനിക്ക് വിട്ടുതരുമോ? ഹരിനാരായണ, ഈ വക തമാശ ഒന്നും വേണ്ടാന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ. നാളെ നേരം വെളുത്താൻ ഞങ്ങളുടെ കല്യാണമാ. അതിനിടയിൽ ഇങ്ങനെ ഒന്ന് കേൾക്കുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ല. നാളെ നേരം വെളുത്താലല്ലേ കല്യാണം? നേരം വെളുത്തില്ലെങ്കിലോ? നീ എന്തൊക്കെയാ പറയുന്നതെന്ന് നിനക്കറിയാമോ? നീ എന്തൊക്കെയാ പറയുന്നത് നിനക്കറിയോ? എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. എനിക്ക് സോറി. സോറി. എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. സോറി. നന്നായി വരിക. നന്നായി വരിക. കുട്ടി ഏതാ? ഭാസ്കരൻ കുട്ടി. ആരാ മരിച്ചത്? മരിക്കേ? ആ, പുറത്ത് ജയകൃഷ്ണൻ എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതിന് ജയകൃഷ്ണൻ എപ്പോഴാ മരിച്ചത്? എടോ, ഇന്ന് ജയകൃഷ്ണ സാറിന്റെ കല്യാണമാ. ഓ സോറി. അല്ല, എപ്പോഴാ ശവം എടുക്കണത്? പൊന്നപ്പാ, എടാ പൊന്നപ്പാ. എന്താ സാറേ ഈ കുട്ടിയെ പിടിച്ച് പുറത്താക്കുക? ഇതിവിടെ എത്തിയോ? നിനക്കിവിടെ ചത്തതാരാണെന്ന് അറിയണോ? അറിയണം. എന്നാ കേട്ടോ, ചത്തത് നീയാ. എപ്പോ? ജസ്റ്റ് 5 minutes. എന്നിട്ട് എന്തുകൊണ്ട് എന്നെ വിവരം അറിയിച്ചില്ല? അപ്പനിക്ക് നീ ചത്തില്ലേ? തർക്കം വേണ്ട. ശവശരീരായ നമഃ. എടുത്തോളൂ. എന്തിനാ എടുക്കുന്നേ? നിനക്ക് നടന്നു വെക്കോടാ. ചത്തവരാരെങ്കിലും നടന്നു പോകോടാ തെണ്ടി. അല്പം പഞ്ഞുകൊണ്ട് എന്നെ മൂക്കിൽ വെച്ചോളൂ. എന്തിനാ? ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് നാറ്റം എടുക്കാതിരിക്കാനാ. ചീഞ്ഞേനേക്കാൾ നാറ്റം ഇപ്പോഴേ ഉണ്ട്. എന്നാൽ ആ പഞ്ഞി എടുത്ത് നിന്റെ മൂക്കിൽ വെച്ചോടാ പ്രാന്ത. ഇനി വെച്ച് അധികം ചീക്കണ്ട, പിടിച്ചോ. നേരെ കുഴിയിലോട്ട് വെക്കാം. തലക്കും ഭാഗത്ത് ഈ 3 ചന്നത്തിൽ കത്തിക്കണേ. പൊന്മകൾ വന്ന പൊരുൾ കൂടി തന്ന ഹരിനാരായണ,
അവളുടെ കല്യാണം നീ നടത്തി തന്നില്ല. ഈ കടപ്പാടൊക്കെ തീർക്കുക. എന്നിട്ട് ഇന്നത്തെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. നാളെ ഈ സമയത്ത് ഞങ്ങൾ വീണ്ടും ഏറ്റുമുട്ടും. ജയകൃഷ്ണൻ പറഞ്ഞതുപോലെ ഒരു ജീവൻ മരണ പോരാട്ടത്തിന് വേണ്ടി. ജയകൃഷ്ണൻ ഇപ്പോ 25 ലക്ഷം രൂപ നേടിക്കഴിഞ്ഞു. 25 lakhs. ഇനി 2 ചോദ്യങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. 1 കോടി രൂപ നേടാൻ വെറും 2 ശരി ഉത്തരങ്ങൾ മാത്രം. ആ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. എനിക്ക് വേണ്ടി മാത്രമല്ല, ഇതേ കാര്യം അറിയാൻ വേണ്ടി ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പ്രേക്ഷകർ ഇങ്ങോട്ട് ഫോൺ ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് രാത്രി പിന്നെന്ത് സംഭവിച്ചു? വാ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് എല്ലാം ശരിയാവും. അയ്യേ, എന്താ ഫസ്റ്റ് നൈറ്റിൽ ആരെങ്കിലും ഉറങ്ങോ? അല്ലെങ്കിലും എനിക്കങ്ങനെ ഉറക്കം വരാറില്ല. ഉറക്കോളിയെ തന്നാ അവരെന്നെ ഉറക്കാറ്. നീ പോയി രാധികയോട് പാല് കൊണ്ടുവരാൻ പറയൂ. ജേട്ടാ, ഇതെവിടെ പോണം? അല്ല, ഞാൻ ഈ പാല് അല്ലല്ല ബാത്റൂം പോവാ. അതിന് അടുക്കളയിലേക്കാ പോണത്? എന്താ ഇത്, ദിക്കൊക്കെ തെറ്റിയോ? പെട്ടെന്ന് എന്തോ ഓർത്ത് നടന്നപ്പോ. അവിടെ പോയി ഇരുന്നോളൂ, ഞാനങ്ങ് വന്നേക്കാം. ഏയ് ഒന്നുമില്ല. കോപ്പ് നീ എന്താ ഇരുട്ടത്ത് കാട്ടണേ? ഞാൻ കുറച്ച് പാല്. പാലൊക്കെ അവള് കൊണ്ടുവരും, നീ പൊയ്ക്കോ. അതല്ല, അവളൊരു ഗ്ലാസ് പാല് ഇങ്ങോട്ട് തരുമ്പോ ഒരു ഗ്ലാസ് പാല് ഞാൻ അങ്ങോട്ടും കൊടുക്കാന്ന് വിചാരിച്ചു, ഒരു ചേഞ്ചിന്. നിനക്കിത് എന്ത് പറ്റിയടാ മോനെ? രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ, ഒരു വിറയിലും വെപ്രാളും. എന്റെ കുഞ്ഞിനൊരു ആപത്തും വരുത്തല്ലേ ഈശ്വര. എനിക്ക് ഒരു ആപത്തും വരില്ല, ചേച്ചി ഒച്ച വെക്കാണ്ടിരുന്നാ മാത്രം മതി. ഗീത വന്നില്ലായിരുന്നോ? വന്നല്ലോ, ഇത് ഞാൻ കണ്ടേയില്ല കേട്ടോ. അമ്മാന്റെ കൂടെ തന്നെയാ വന്നത്. എന്താ ജയകൃഷ്ണ ഇത്? അമ്മാവൻ എന്നെ അനുഗ്രഹിക്കണം. അതിന് അവിടുന്ന് കഴിഞ്ഞു വരണോ? എടാ, ഞാൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് നന്നായി കാണാനാ. സന്തോഷം. ഇതെന്താ ഇത്? രാജകുമാരി സോചാ ലാനനാരി തനനീ നാനീ. ഹരിനാരായണ, പാല്. മണവാട്ടിയല്ലേ പാല് കൊണ്ടുവരേണ്ടത്? അതെ, പക്ഷെ ഈ പാല് ആദ്യം കുടിക്കേ. എന്താ ഇവിടെ അങ്ങനെ വല്ല ചടങ്ങുണ്ടോ? ഇല്ല. ഉണ്ട് ഉണ്ട്, ഇവിടെ അങ്ങനെ ഒരു ചടങ്ങുണ്ട്. എന്താ പറയണ്ടേ? കൊണ്ടുവാ. ഇത് നിനക്കുള്ള അന്ത്യചുംബനം. ഇനിയുള്ളത് ആദ്യചുംബനം. അതവൾക്ക്, രാധികയ്ക്ക്. ഹലോ 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 ഹലോ, ഡോക്ടർ റസിയുടെ വീടല്ലേ? സോറി, റോങ് നമ്പർ. ഓ സോറി.
ഇനി റസിയാടെ ചങ്ങാതിമാരാരെങ്കിലും ഉണ്ടോന്ന് ചോദിക്കണം. നിങ്ങളാ ഫോൺ എടുക്ക്. ആ ഡോക്ടർ റസിയുടെ വീടല്ലേ? അതെ. നിങ്ങളാരാ? ജയകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മതി, ഡോക്ടർക്ക് എന്നെ അറിയാം. എങ്കിൽ അഡ്രസ് പറഞ്ഞോളി. ഓളുടെ കല്യാണക്കുറി എഴുതുക, ഒരെണ്ണം നിങ്ങൾക്ക് അയക്കാം. അതൊക്കെ പിന്നെ അയക്കാം, ഇതൊരു അത്യാവശ്യ കാര്യ. ഓൾക്ക ഒരു ജയകൃഷ്ണൻ. എന്താ കാര്യം? ആവോ ആർക്കെങ്കിലും പ്രാന്തളകിയിട്ടുണ്ടാവും. റസിയ, അനക്കൊരു ഫോണുണ്ട്. അത് ശരി, നിന്റെ കിന്നാരം പറച്ചിൽ ഇനിയും തീർന്നില്ല. ഒരു മിനിറ്റ്. ഹലോ റസിയ, ഇത് ഞാനാ. എന്താ ജയകൃഷ്ണ? ഹരിനാരായണ ഭ്രാന്തടകി. അതെ, അവൻ ഭ്രാന്തനാ, മുഴുഭ്രാന്തൻ. ഒരു മിനിറ്റ്, ഒന്ന് ഹോൾഡ് ചെയ്യൂ. അതെ, ഞാൻ നാളെ വിളിക്കാം. അതെന്തൊരു ഏർപ്പാടാ. കല്യാണത്തിന് മുമ്പൊന്ന് സൊള്ളുന്നതിന്റെ സുഖം കളയല്ല മോളെ. ഇതൊരു അത്യാവശ്യ കാര്യ. ആണോ? ആരീ ജയകൃഷ്ണൻ? എന്റെ ഒരു ഫ്രണ്ടാ. ഞാൻ നാളെ വിളിക്കാം. ഗുഡ് നൈറ്റ്. എടാ ദ്രോഹി ജയകൃഷ്ണ, നീ എന്നെങ്കിലും കല്യാണം കഴിക്കുമ്പോ നിന്റെ ഫസ്റ്റ് നൈറ്റ് തൊലഞ്ഞു പോടാ. തൊലഞ്ഞു, ഒക്കെ തൊലഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. രാധികയോട് വല്ലതും പറഞ്ഞോ? ഇല്ല. ഒരു പൂച്ച വട്ടം ചാടിയാ പോലും ബോധം കെട്ട് വീണവളാ അവള്. അവള് തെങ്ങാനും അറിഞ്ഞ അപ്പൊ അവളുടെ കാറ്റ് പോവും. എനിക്ക് തന്നെ കയ്യും കാലും വിറച്ചിട്ട് വയ്യ. എങ്കിൽ രാധിക വരുന്നതിന് മുമ്പ് അയാൾ ആ മുറിന്ന് മാറ്റ്. ചിലപ്പോ ഉറങ്ങി എണീക്കുമ്പോ അയാൾ നോർമൽ ആവും. ഞാൻ രാവിലെ അങ്ങോട്ട് വരാം. ഓ, രാധികേ, ഫസ്റ്റ് നൈറ്റിന് ടൈം ആയിട്ടില്ല. നീ പോയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വാ. എന്താ അത്? അയ്യേ, എന്താ ഒരു സ്മെല്ല്. പോയി കുളിച്ചിട്ട് വാ. ചെല ഞാനിപ്പോ കുളിച്ചേള്ളൂ. ആണോ? പക്ഷെ എവിടെയോ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടല്ലോ. നിന്നെ തന്നെയാ. ഒന്നുകൂടി കുളിച്ചിട്ട് വാ. ചെല്ലേ. താങ്ക് യു. ജേട്ടന്റെ ഫ്രണ്ടില്ലേ ഡോക്ടർ റസിയ, അന്ന് അവൾ അടിച്ച അതേ പെർഫ്യൂമാ ഞാനിപ്പോ അടിച്ചിരിക്കണേ. അന്ന് അതിന് നല്ല മണാന്ന് പറഞ്ഞ് വലിച്ചു കയറ്റുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഇങ്ങനെ ബാഡ് സ്മെൽ ആയത്. രാധികേ, നീ ഇനി ഇതിനിടയിൽ ഒരു ഉപകഥ ഉണ്ടാക്കല്ലേ. ഞാനൊന്നും ഉണ്ടാക്കില്ല. ഒക്കെ ക്ഷമിച്ചു തരും ഞാൻ. കാരണം ജേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ജേട്ടനെന്തൊരു ശബ്ദം ഉണ്ടാക്കണേ? കൂർക്കം വലിച്ചതാ. ഉറങ്ങണേന് മുമ്പേ ജേട്ടൻ കൂർക്കം വലിക്കോ? വലിച്ചു പോകും. രാധികേ, രാധികേ, രാധികേ. എന്താ ചേട്ടൻ എന്താ പറ്റിയ? മിമിക്രി പ്രാക്ടീസ് ചെയ്ത് നോക്കിയതാ. ചേട്ടാ
എന്താ വെള്ളം വേണോ? എന്താ ചേട്ടാ വെള്ളം വേണോന്ന്? ശരിയാക്കി തരടാ. നിന്നെ നിന്നെ ശരിയാക്കി തരടാ. കൂടെ മാറാം. മോളെ എന്ത് പറ്റി മോളെ? മോളെ ഒന്നുമില്ല, പേടിക്കണ്ട പേടിക്കണ്ട, ആരും കരയണ്ട, ഒന്നുമില്ല. കണ്ണു തുറക്ക്. എന്ത് പറ്റിയടാ ഇവൾക്ക്? എന്തോ കണ്ട് പേടിച്ചതാ. എന്ത്? അത് അച്യുതാ വണ്ടി എടുക്ക.